അടുത്ത എങ്ങനെയാണ് ലൈൻസ് ഡ്രോ ചെയ്യുന്നത് നോക്കിക്കേ. ലൈൻസ് ഡ്രോ ചെയ്യാനായിട്ട് ഡ്രോ സ്ട്രെയിറ്റ് ലൈൻ ജാവ ഡൺ ആസ് ഫോളോസ്. അപ്പോൾ എളുപ്പമാണ്, നോക്കിക്കോണം. ലൈൻസ് ഡ്രോ ചെയ്യാനായിട്ട് നമ്മൾ ജി ഡോട്ട് ഡ്രോ ലൈൻ എന്നുള്ളതാണ് കൊടുക്കുന്നത്. അപ്പോൾ ലൈൻ ഡ്രോ ചെയ്യണമെങ്കിൽ അതിന് എന്തൊക്കെ വേണം? എക്സ് വൈ ആക്സിസ് x1 ഉം y1 ഉം വേണം. 2 പോയിന്റ് കൂടുന്നതല്ലേ, ഇങ്ങനെ 2 പോയിന്റ് കൂടുന്ന എന്താന്ന് പറയുന്നത് ഒരു ലൈൻ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ എന്ത് പോയിന്റ് കാണും? x1 y1 എന്നുള്ളൊരു പോയിന്റ് ഉണ്ടെങ്കിൽ ഇവിടെ x2 y2 എന്ന് പറയുന്ന വേറൊരു പോയിന്റ് ഉണ്ട്. അപ്പോൾ ഈ 2 പോയിന്റും കൊണ്ട് ചേർന്നാലേ ഉള്ളൂ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? ഡ്രോ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. 2 എൻ പോയിന്റ്സ് അല്ലേ ഡ്രോ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ x1 y1 അതിന് വേണ്ടിയിട്ടാണ് ജി ഡോട്ട് ഡ്രോ ലൈൻ ബ്രാക്കറ്റിനകത്ത് x1 y1 x2 y2 എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഡ്രോ ലൈൻ്റെ എൽ ക്യാപിറ്റൽ ലെറ്റർ ആണോ? ലൈൻ്റെ എൽ ക്യാപിറ്റൽ ലെറ്റർ ആണ്. അപ്പോൾ ഇതിനകത്ത് നമ്മളൊരു ആപ്ലെറ്റ് പ്രോഗ്രാം എഴുതുവാണെങ്കിൽ ഇമ്പോർട്ട് ജാവ ഡോട്ട് AWT ഡോട്ട് സ്റ്റാർ കൊടുത്തു, ഇമ്പോർട്ട് ജാവ ഡോട്ട് AWT അല്ലേ. ആപ്ലെറ്റ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ആപ്ലെറ്റ് ഇമ്പോർട്ട് ചെയ്തു. അതുപോലെ തന്നെ AWT എന്താണ്? AWT എന്താണ്? ആക്റ്റീവ് വിൻഡോ ടൂൾ കിറ്റ് അല്ലേ. ആക്റ്റീവ് വിൻഡോ ടൂൾ കിറ്റ് ആണ് എന്താന്ന് പറയുന്നത് AWT എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്ത് നിന്ന് എന്ത് വരിക? അതിനകത്ത് നിന്നാണ് നമ്മൾ പബ്ലിക് ക്ലാസ് സിമ്പിൾ ലൈൻ എക്സ്റ്റെൻസ്, ഇതൊരു ക്ലാസ്സിൻ്റെ പേരാണ്. എക്സ്റ്റെൻസ് എന്താണ്? ആപ്ലെറ്റ് എന്ന് പറയുന്ന ക്ലാസ് ആണ് എക്സ്റ്റെൻഡ് ചെയ്യുന്നത്. കണ്ടോ, ആപ്ലെറ്റ് എന്ന് പറയുന്ന ക്ലാസ് എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുക. ആപ്ലെറ്റ് ക്ലാസ് എവിടെയാണ്? ആപ്ലെറ്റ് എന്ന് പറയുന്ന ഈ പാക്കേജിനകത്ത്, ഇത് പാക്കേജ് കേട്ടോ. ഈ ആപ്ലെറ്റ് എന്ന് പറയുന്ന പാക്കേജിനകത്ത് എന്തുണ്ടാവും? ആപ്ലെറ്റ് എന്ന് പറയുന്ന ക്ലാസ് ഉണ്ടാവും. അതിനകത്ത് നിന്ന് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യുന്നതാണ് ഈ ലൈൻ എന്ന് പറയുന്നത്. കാരണം ഈ ഇവിടെ കൊടുക്കുന്ന സിമ്പിൾ ലൈൻ എന്ന് പറയുന്ന ഈ ക്ലാസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്, ഇത് എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ആകാം. സിമ്പിൾ എന്നോ സിമ്പിൾ എക്സ്റ്റെൻസ് എന്ന് കൊടുക്കുക. ഇത് നമ്മൾ കൊടുക്കുന്ന പേരാണ് കേട്ടോ. നമ്മൾക്ക് ഇഷ്ടമുള്ള പേരാണ് ഇവിടെ കൊടുക്കുന്നത്. പബ്ലിക് ക്ലാസ് ബ്രേസസ് ഓപ്പൺ ആക്കി പബ്ലിക് വോയിഡ് പെയിൻറ്റ് മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ടല്ലേ ഡ്രോ ചെയ്യുന്നത്. അപ്പോൾ പെയിൻറ്റിൻ്റെ ബ്രാക്കറ്റിൽ എവിടെ നിന്ന് എടുക്കുന്ന പെയിൻറ്റാണ്? ഗ്രാഫിക്സ് എന്ന് പറയുന്നതിനകത്ത് നിന്നാണ് പെയിൻറ്റ് വന്നിരിക്കുന്നത്. അപ്പോൾ ഗ്രാഫിക്സ് എന്ന് പറയുന്ന ക്ലാസ്സിന് ഒരു ഒബ്ജക്റ്റ് ഇവിടെ ജി എന്ന് പറയുന്ന ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു. ഈ ജി ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇവിടെ വിളിക്കുന്നത് ജി ഡോട്ട് എന്ത്? ഡ്രോ ലൈൻ. അപ്പോൾ ഈ ഡ്രോ ലൈൻ വരണം എന്നുണ്ടെങ്കിൽ ഈ ആപ്ലെറ്റ് എന്ന് പറയുന്ന ക്ലാസ്സിനകത്ത് നിന്ന് ആണ് ജിയും പെയിൻറ്റും എന്താണ് ലൈനും ഒക്കെ വരുന്നത് കേട്ടോ. അപ്പോൾ ലൈന് അതിനകത്ത് എന്താ പറഞ്ഞിരിക്കുന്നത്? ലൈനിന് 4 പോയിന്റുകൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം 4 പോയിന്റുകൾ നമുക്ക് ഇഷ്ടമുള്ള 4 പോയിന്റുകൾ പറഞ്ഞു കൊടുക്കുക. അതിനനുസരിച്ച് ഔട്ട്പുട്ടും കിട്ടും കണ്ടോ. അപ്പോൾ ഇത് ഓർക്കുമ്പോൾ ഓർത്തുമാണ് ഇതിന് ആപ്ലെറ്റിൻ്റെ ഇതിപ്പോൾ നമ്മൾ ഡോട്ട് എന്ത് വെച്ച് സേവ് ചെയ്യും? സിമ്പിൾ ലൈൻ എന്നുള്ള ഡോട്ട് ജാവ എന്ന് പറഞ്ഞ് സേവ് ചെയ്യും. ഇതിൻ്റെ കൂട്ടത്തിൽ എന്തുകൂടെ എഴുതണം? ആപ്ലെറ്റ് കോഡും കൂടെ എഴുതണം അല്ലേ. ആപ്ലെറ്റ് കോഡ് എഴുതുമ്പോഴത്തേക്ക് എങ്ങനെയാണ്? ഇവിടെ HTML ബ്രാക്കറ്റിനകത്ത് എന്ത് കൊടുക്കണം? ഓക്കെ. അപ്പോൾ അടുത്തത് ഞാൻ പറഞ്ഞായിരുന്നല്ലോ ഇപ്പോൾ HTML, എന്നിട്ട് എന്ത് ചെയ്യണം? ബോഡി, പിന്നെ ആപ്ലെറ്റ് കോഡ് ഈസ് ഈക്വൽ ടു നമ്മൾ എന്ത് പേരിലാണ് സേവ് ചെയ്യുന്നത്? സിമ്പിൾ ലൈൻ എന്നുള്ള നമ്മുടെ പേരല്ലേ. അപ്പോൾ സിമ്പിൾ ലൈൻ ഡോട്ട് ക്ലാസ്, എന്നിട്ട് അതിനകത്ത് വിഡ്ത്ത് ഈസ് ഈക്വൽ ടു 300, ഹൈറ്റ് ഈസ് ഈക്വൽ ടു 300 എന്ന് പറഞ്ഞു ഡബിൾ കോട്ട്സിനകത്ത് തൊട്ട് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്ത് ആപ്ലെറ്റ് /body/HTML. എന്നിട്ട് ഇതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? റൺ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ എങ്ങനെ വരുന്നത്? ഇവിടെ സിമ്പിൾ ലൈൻ ഡോട്ട് ക്ലാസ് എന്നുള്ളത് ഇങ്ങോട്ട് കോൾ ചെയ്യും. അപ്പോൾ ഇത് ഞാനൊരു എക്സാമ്പിൾ ആയിട്ട് കാണിച്ചു തരാം. നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പറഞ്ഞായിരുന്നു അത്. ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ എങ്ങനെ ആപ്ലെറ്റ് കോഡ് റൺ ചെയ്യുന്നതെന്ന് കാണിച്ചായിരുന്നു. എന്നിട്ട് ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ ഇപ്പോൾ ചെയ്യുന്ന എല്ലാം കൂടെ ചേർത്ത് ഒന്ന് കാണിക്കുന്നുണ്ട്. അതുകൂടാതെ ആപ്ലെറ്റ് എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളതും കാണിച്ചു തരാം. അപ്പോൾ അതിനകത്ത് നിന്ന് ഞാൻ കുറച്ച് സിസ്റ്റത്തിൽ ചെറിയ പ്രോഗ്രാംസ് ഉണ്ട്. നിങ്ങൾക്ക് എളുപ്പമുള്ള പ്രോഗ്രാംസ് ആണ്. അത് വെച്ചുകൊണ്ട് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ അതിനകത്ത് ഇതിനകത്ത് കണ്ടോ, ഇതാണ് ഇപ്പോൾ ലൈൻ ഡ്രോ ചെയ്യാനുള്ളതുപോലെ തന്നെ നമുക്കിനി ഡ്രോ ചെയ്യാനായിട്ടുള്ളതാണ് എന്തെന്ന് പറയുന്നത്? റെക്റ്റാങ്കിൾ കേട്ടോ. റെക്റ്റാങ്കിൾ ഡ്രോ ചെയ്യണമെങ്കിൽ ഡ്രോ എന്താ കൊടുത്തിരിക്കുന്നത്? റെക്റ്റ് കണ്ടോ, ഇൻറ്റ് എക്സ് ഇൻറ്റ് വൈ ഇൻറ്റ് വിഡ്ത്ത് ഇൻറ്റ് ഹൈറ്റ് കണ്ടോ. ഇത്രയും പറഞ്ഞു കൊടുത്തു. അതുപോലെ തന്നെ വിഡ്ത്തും ഹൈറ്റും പറഞ്ഞു കൊടുത്തു. അതുപോലെ തന്നെ ഓവലുണ്ട്. അതുപോലെ തന്നെ ഫിൽ ഓവലും ഉണ്ട് കണ്ടോ. ഫിൽ ഓവലുണ്ട്. അതുപോലെ തന്നെ ഡ്രോ ഓവലുണ്ട്. ഡ്രോ ഓവലിന് ഇതിനകത്താണ് പറഞ്ഞിരിക്കുന്നത് പബ്ലിക് പോയി ഡ്രോ ഓവലിനകത്താണ് ഇൻറ്റ് ലെഫ്റ്റ് ടോപ്പ് വിഡ്ത്ത് ഹൈറ്റ്. അതുപോലെ തന്നെ ഫിൽ ഓവലിനകത്ത് ഇൻറ്റ് ലെഫ്റ്റ് റൈറ്റ് വിഡ്ത്ത് ഹൈറ്റ് എല്ലാം പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഉള്ളതാണ് പോളിഗൺസ് നമുക്ക് ഡ്രോ ചെയ്യാൻ പറ്റും കണ്ടോ. പോളിഗൺ ഇൻറ്റ് എന്ത് പറഞ്ഞു കൊടുക്കണം? എക്സ് പോയിൻറ്റും വൈ പോയിൻറ്റ്സും അതുപോലെ തന്നെ എൻ പോയിൻറ്റ്സും പറഞ്ഞു കൊടുക്കണം. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുക എക്സ് പോയിൻറ്റ്സ് എന്ന് പറഞ്ഞാൽ 0,3,0, വൈ പോയിൻറ്റ് 0,0,4 കണ്ടോ. മൈ ട്രയാങ്കിൾ എന്ന് പറഞ്ഞിട്ട് എക്സ് പോയിൻറ്റ് വൈ പോയിൻറ്റ് പിന്നെ 3 കണ്ടോ. ഇങ്ങനെ പറഞ്ഞു കൊടുക്കാം. പോയിൻറ്റ്സ് അനുസരിച്ച് പറഞ്ഞു കൊടുക്കാം. അതുപോലെ തന്നെ ഫിൽ പോളിഗൺ ആണെങ്കിൽ ജി ഡോട്ട് ഫിൽ പോളിഗൺ എന്ന് പറഞ്ഞിട്ട് ബ്രാക്കറ്റിനകത്ത് മൈ ട്രയാങ്കിൾ. അതുപോലെ തന്നെ ഡ്രോ പോളിഗൺ മൈ ട്രയാങ്കിൾ കണ്ടോ. മൈ ട്രയാങ്കിൾ എന്നുള്ളതല്ലേ പേര്. അപ്പോൾ ഇത് വെച്ചുകൊണ്ട് ഇങ്ങനെയാണ് പാത്ത് പോകുന്നത് കേട്ടോ, പോളിഗൺ ഡ്രോ ചെയ്യാനായിട്ടുള്ളത്. അപ്പോൾ അത്രയാണ്. ഇത് നമുക്ക് എല്ലാം കൂടി ചേർത്ത് നമുക്കൊരു പ്രോഗ്രാം പറയാം. അപ്പോൾ ഇത്രയും കാര്യം ഓർക്കുക. അത് കഴിഞ്ഞ് പിന്നെ ഈ പ്രോഗ്രാമും കൂടെ ജസ്റ്റ് ഞാനൊന്ന് കാണിച്ചു തരാം മൊത്തം പ്രോഗ്രാമും എങ്ങനെയാണെന്നുള്ളത്.
അതിന് മുമ്പ് ജസ്റ്റ് ഈ കുറച്ച് സംഭവം കൂടി ഉണ്ട് അതിനകത്തുനിന്ന് നമുക്ക് യൂസർ ഇൻ്റർഫേസ് കമ്പോണൻറ്റ് എന്താണെന്നുള്ളത്. ജാവ പ്രൊവൈഡ് മിനി കൺട്രോൾസ്, ഒരുപാട് കൺട്രോൾസ് ഉണ്ട്. കൺട്രോൾസ് ആർ കമ്പോണൻസ് സച്ച് ആസ്, എന്തൊക്കെ കൺട്രോളുള്ള ബട്ടൺ ഉണ്ട്, ലേബൽ ഉണ്ട്, ടെക്സ്റ്റ് ബോക്സുകളുണ്ട്, അങ്ങനെയുള്ള കുറേ കൺട്രോൾസുകൾ ജാവയ്ക്ക് ഉണ്ടാവും. അപ്പോൾ അതിനെയാണ് കമ്പോണൻ്റ് എന്ന് പറയുന്നത്. കമ്പോണൻറ്റ് ബേസ്ഡ് ആർ എന്താണെന്നാണ് പറയുന്നത്, ആർ പ്ലേസ്ഡ് ഓൺ യൂസർ ഇൻ്റർഫേസ് ബൈ ആഡിങ് ദം ടു എ കണ്ടെയ്നർ. കണ്ടെയ്നറിലേക്ക് ആഡ് ചെയ്തുകൊണ്ട് നമ്മുടെ എവിടെയാണ് ഗ്രാഫിക്കൽ യൂസർ ഇൻ്റർഫേസിൽ, അതായത് ജാവ AWTയുടെ കമ്പോണൻ്റ് ആണ്, യൂസർ ഇൻ്റർഫേസ് കമ്പോണൻറ്റുകളാണ് ഇവയൊക്കെ. അപ്പോൾ അവ നമ്മൾ എവിടെയാണെന്നുള്ളത് നോക്കുന്നത് കേട്ടോ. ബിൽഡിംഗ് യൂസർ ഇൻ്റർഫേസ് AWT വിത്ത് AWT, എങ്ങനെയാണ് AWT വെച്ച് കൺട്രോൾസ് എടുക്കുന്നത്. ക്രിയേറ്റ് ആൻ ഒബ്ജക്റ്റ് ഓഫ് കൺട്രോൾ ബൈ പാസിംഗ് റിക്വയർഡ് ആർഗ്യുമെൻറ്റ് ടു ദ കൺസ്ട്രക്ടർ. കൺസ്ട്രക്ടറിലേക്ക് ആവശ്യമുള്ള ആർഗ്യുമെൻറ്റ് പാസ് ചെയ്തുകൊണ്ട് ഒരു ഒബ്ജക്റ്റ് കൺട്രോളിന് വേണ്ടി ക്രിയേറ്റ് ചെയ്യുക. ആഡ് കമ്പോണൻറ്റ് ടു ദ കണ്ടെയ്നർ. കണ്ടെയ്നറിലേക്ക് എന്തോ ആഡ് ചെയ്യുക, കമ്പോണൻറ്റ് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് എന്ത് കൊടുക്കണം, എന്ത് കൊടുക്കണം, കൺട്രോൾസ് ഫങ്ഷൻസ്. കൺട്രോൾസ് എന്ന് പറയുന്നത് എന്താണ്, ടെക്സ്റ്റ് ബോക്സ് എന്ന് പറയുന്നത് എന്താണ്, അക്സെപ്റ്റ് സിംഗിൾ ലൈൻ ആൽഫാ ന്യൂമറിക് എൻട്രി. എന്താ അക്സെപ്റ്റ് ചെയ്യുന്നത്, സിംഗിൾ ലൈനായിട്ടുള്ള ആൽഫാ ന്യൂമറിക് എൻട്രിയാണ് ടെക്സ്റ്റ് ബോക്സ്. കണ്ടോ, ടെക്സ്റ്റ് ഏരിയ എന്ന് പറയുന്നത് എന്താ, ഒരുപാട് മൾട്ടിപ്പിൾ ഏരിയാസ് എൻ്റർ ചെയ്യാനായിട്ട് ആൽഫാ ന്യൂമറിക്, അതായത് അഡ്രസ്സ് അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെയുള്ള പുഷ് ബട്ടൺ, അതായത് സീക്വൻസ് ഓഫ് ആക്ഷൻസ് ട്രിഗർ ചെയ്യാനായിട്ടാണ് പുഷ് ബട്ടൺ. പിന്നെയുള്ള ലേബൽ, അതായത് ടെക്സ്റ്റ് ഡിസ്പ്ലേ ചെയ്യുന്നതാണ് ലേബൽ എന്ന് പറയുന്നത്. പിന്നെയുള്ള ചെക്ക് ബോക്സ് എന്ന് പറയുന്നത് എന്താണ്, ഡേറ്റാനെ അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് ഏസ് ഓർ നോ വാല്യൂസ് കൊടുത്ത് ഡേറ്റാനെ അക്സെപ്റ്റ് ചെയ്ത് ചെക്ക് ബോക്സ് സെലക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെയുള്ള റേഡിയോ ബട്ടൺ അറിയാവുന്നതല്ലേ, ഫീമെയിൽ ആണോ ജെൻഡർ നമ്മൾ എടുക്കാൻ വേണ്ടി റേഡിയോ ബട്ടൺ കൊടുക്കണം. പിന്നെ കോംബോ ബോക്സ്, ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് ആയിട്ട് വരും, എന്നിട്ട് ഒരു ഐറ്റം അതിനകത്ത് നിന്ന് സെലക്ട് ചെയ്യാം. പിന്നെ ഇത് ലിസ്റ്റ് ബോക്സ്, അതായത് കോംബോ ബോക്സ് പോലെ തന്നെ അതിനകത്ത് സെലക്ട് ചെയ്യാൻ പറ്റത്തില്ല, സെലക്ട് സിംഗിൾ ഓർ മൾട്ടിപ്പിൾ ഐറ്റംസ്. കണ്ടോ, സിംഗിൾ അല്ല മൾട്ടിപ്പിൾ ഐറ്റംസ് സെലക്ട് ചെയ്യാം, പക്ഷേ പുതിയ വാല്യൂ എൻ്റർ ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ കോംബോ ബോക്സിനകത്ത് പുതിയ വാല്യൂ എൻ്റർ ചെയ്യാൻ പറ്റും. ഇതിനകത്ത് ലിസ്റ്റ് ബോക്സ് ആയിട്ടുള്ള വ്യത്യാസം, ലിസ്റ്റ് ബോക്സിനകത്ത് ചൂസ് ചെയ്യത്തുള്ളൂ, ഇവിടെ പുതിയ വാല്യൂ എൻ്റർ ചെയ്യാൻ പറ്റത്തില്ല. കോംബോ ബോക്സിന് പുതിയ വാല്യൂ എൻ്റർ ചെയ്യാനായിട്ട് പറ്റും. പിന്നെയുള്ളത് കൺട്രോൾസ്. ഏതൊക്കെ തരത്തിലുള്ള കൺട്രോൾസാണ് ഉള്ളത്, ടെക്സ്റ്റ് ബോക്സ് അതിൻ്റെ ക്ലാസ്സുകൾ വരുന്നത് ടെക്സ്റ്റ് ഫീൽഡ് ക്ലാസ്സിലാണ്, ടെക്സ്റ്റ് ഏരിയ ക്ലാസ്സിൽ തന്നെ, പുഷ് ബട്ടൺ ക്ലാസ്സിലാണ് വരുന്നത്, ചെക്ക് ബോക്സ് ക്ലാസ്സിൽ തന്നെ, റേഡിയോ ബട്ടൺ എന്താണ്, ചെക്ക് ബോക്സ് ഗ്രൂപ്പ് വിത്ത് ചെക്ക് ബോക്സ് എന്നുള്ള ക്ലാസ്സിലാണ് വരുന്നത്, കോംബോ ബോക്സ് ചോയ്സ് എന്ന് പറയുന്ന ക്ലാസ്സിലാണ്, ലിസ്റ്റ് എന്ന് പറയുന്ന ക്ലാസ്സിലാണ്. ഇനി ബട്ടൻ്റെ ഒരു എക്സാമ്പിളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ബട്ടൻ്റെ എക്സാമ്പിളാണ് പറഞ്ഞിരിക്കുന്നത്. ബട്ടൺ എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ പറഞ്ഞു, ബട്ടനെ പറ്റി പറയുന്നത്, ബട്ടൺ എന്ന് പറയുന്നത് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ബട്ടൺ കണ്ടോ കൺസ്ട്രക്ടറാണ് യൂസ് ചെയ്യുന്നത്. ബട്ടൺ എന്ന് പറയുന്ന ഒരു ചുമ്മാ കോൾ ചെയ്യാതെ കഴിഞ്ഞാൽ അത് ബട്ടൺ എന്ന് പറയുന്ന കൺസ്ട്രക്ടറാണ്, ക്ലാസ്സാണ് ബട്ടൺ എന്ന് പറയുന്നത് കേട്ടോ. ബട്ടൺ ബ്രാക്കറ്റിനകത്ത് സ്ട്രിങ് കൊടുക്കുകയാണെങ്കിൽ ഒരു സ്ട്രിങ് ലേബൽ അവിടെ കാണിക്കും. അപ്പോൾ എക്സാമ്പിൾ ഒരു പ്രോഗ്രാമായിട്ട് ആപ്ലെറ്റ് കോഡ് ഈസ് ഈക്വൽ ടു ബട്ടൺ ടെസ്റ്റ് ഡോട്ട് ക്ലാസ് എന്ന് പറയുന്നത്. ആപ്ലെറ്റ് കോഡിൽ നമുക്ക് ലാസ്റ്റ് എഴുതാം. അപ്പോൾ ഇവിടെ ജാവ ഇമ്പോർട്ട് java.awt.star ഇമ്പോർട്ട് java.applet എന്ന് പറഞ്ഞു കൊടുത്തു. എന്നിട്ട് പബ്ലിക് ക്ലാസ് ബട്ടൺ എന്ന് പറയുന്ന ക്ലാസ്സിനകത്ത് എക്സ്റ്റെൻഡ് ചെയ്യുക. ആപ്ലെറ്റ് എന്ന് പറയുന്ന ക്ലാസ്സാണ് എക്സ്റ്റെൻഡ് ചെയ്യുന്നത്. അപ്പോൾ ബട്ടൺ ടെസ്റ്റ് എന്നുള്ളതാണ് ഇവിടെ ക്ലാസ്. അപ്പോൾ ഇവിടെ വരുമ്പോഴത്തേക്കും എങ്ങനെ വരും, HTML ബ്രാക്കറ്റിനകത്ത് ബോഡിക്കകത്ത് എന്ത് കൊടുത്തു, ആപ്ലെറ്റ് കോഡ് ഈസ് ഈക്വൽ ടു ഡബിൾ കോഡ്സിനകത്ത് ഇവിടെ എന്താണ് ഇതിൻ്റെ പേര് കൊടുത്തിരിക്കുന്നത്, എന്താണ്, ബട്ടൺ കണ്ടോ, ടെസ്റ്റ് ഡോട്ട് ക്ലാസ് എന്നുള്ള പേര് കണ്ടോ, ആ ക്ലാസ് എന്നുള്ളത് പേര് ക്ലോസ് ചെയ്ത് അതിൻ്റെ ഹൈറ്റും വിഡ്ത്തും പറഞ്ഞു കൊടുത്തു. ബാക്കി ഇതുപോലെ തന്നെ. എന്നിട്ട് എന്ത് ക്ലോസ് ചെയ്യണം, ഇവിടെ താഴെ ബോഡി ക്ലോസ് ചെയ്യുക, ഇവിടെ HTML ടാഗും ക്ലോസ് ചെയ്യുക, എന്നിട്ട് സേവ് ചെയ്യുക. അപ്പോൾ ഇവിടെ നമ്മൾ എങ്ങനെയാണ് ബട്ടനെ എടുത്തിരിക്കുന്നത് നോക്കിയാൽ, ബട്ടൺ B1 എന്ന് പറയുന്ന ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു, ഒരു ബട്ടനെ. അപ്പോൾ B1 എന്നുള്ള ബട്ടനകത്ത് ന്യൂ ബട്ടൺ ബ്രാക്കറ്റിനകത്ത് സ്ട്രിങ് പറഞ്ഞു കൊടുക്കുക, ഡബിൾ കോഡ്സിനകത്ത് പ്ലേ. ബട്ടൺ B2 പുതിയ ബട്ടൺ, അടുത്ത B2 എന്ന് പറയുന്ന ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്ത് അതിനകത്ത് സ്റ്റോപ്പ് എന്ന് പറഞ്ഞു കൊടുക്കും. എന്നിട്ട് പബ്ലിക് വോയിഡ് ഇന്നിറ്റ് മെത്തേഡ് വെച്ചാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മൾ ആപ്ലെറ്റിൻ്റെ ലൈഫ് സൈക്കിൾ പറഞ്ഞപ്പോൾ പറഞ്ഞായിരുന്നു ഇന്നിറ്റ് മെത്തേഡ്, അതിനകത്തുണ്ട്, അത് നോക്കിയാൽ മതി കേട്ടോ. ഇന്നിറ്റ് മെത്തേഡിനകത്ത് ബ്രേസസ് ഓപ്പൺ ആക്കി ആഡ് എന്ത് കൊടുക്കുക, B1 എന്നുള്ളത് ആഡ് ചെയ്ത് കൊടുക്കുക, B2 എന്നുള്ള ബട്ടൺ ആഡ് ചെയ്ത് കൊടുക്കുക, ബ്രേസസ് ഓപ്പൺ ക്ലോസ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഇവിടെ കണ്ടോ, അപ്പോൾ നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് ആപ്ലെറ്റ് റൺ ചെയ്യുമ്പോൾ പ്ലേ സ്റ്റോപ്പ് എന്ന് പറയുന്ന രണ്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് എന്തെങ്കിലും ആക്ടിവിറ്റി ചെയ്യാനുണ്ടെങ്കിൽ പറഞ്ഞു കൊടുക്കാം, സ്റ്റോപ്പ് ചെയ്യുമ്പോഴും അതിന് എന്തെങ്കിലും ആക്ടിവിറ്റി ഉണ്ടെങ്കിൽ അതിന് പറഞ്ഞു കൊടുക്കാം. പിന്നെയുള്ളതാണ് ലേബൽ എന്ന് പറഞ്ഞാൽ എന്താ, എന്തെങ്കിലും നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നതിനെയാണ് ലേബൽ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ലേബൽ വെച്ചുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ടൈപ്പ് ചെയ്ത് ക്രിയേറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നതാണ് ലേബൽ എന്ന് പറയുന്നത്. അപ്പോൾ ലേബൽ എന്നുള്ള കീവേഡ് ലേബൽ സ്ട്രിങ് int അങ്ങനെ നമുക്ക് എങ്ങനെ വേണമെങ്കിലും പറയാം. അത് ലേബൽ, അതുപോലെ ലേബൽ ഡോട്ട് റൈറ്റ് ലെഫ്റ്റ് സെൻറ്റർ അലൈൻമെൻറ്റ് എങ്ങനെ വേണമെങ്കിലും ചെയ്ത് കൊടുക്കാൻ പറ്റും. അടുത്തത് ചെക്ക് ബോക്സിന് അപ്പോൾ അതിനകത്ത് നമ്മൾ ചെക്ക് ബോക്സിനെ പറ്റിയാണ് പറയുന്നത്. ചെക്ക് ബോക്സിനകത്ത് എന്തൊക്കെയാണ് പറയുന്നത്, ചെക്ക് ബോക്സ് ടെസ്റ്റ് എന്ന് പറയുന്നതാണ് ചെക്ക് ബോക്സിൻ്റെ പേര്. എക്സ്റ്റെൻഡ് java.applet.applet എന്നുള്ളത് ഇവിടെ എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്നത്. ഒന്നെങ്കിൽ ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്താൽ ആപ്ലെറ്റ് എന്ന് മാത്രം എക്സ്റ്റെൻഡ് ചെയ്യുക, അപ്പോൾ ഇവിടെ ഇമ്പോർട്ട് ചെയ്യണമെന്നേ ഉള്ളൂ ജാവേനെ.
കണ്ടോ, ഇവിടെ ഇമ്പോർട്ട് ചെയ്യണം ജാവേനെ. ഇപ്പോൾ ഇമ്പോർട്ട് ചെയ്യാത്തതുകൊണ്ടാണ് ജാവ ഡോട്ട് ആപ്ലെറ്റ് എന്ന് പറഞ്ഞാൽ എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഇമ്പോർട്ട് ചെയ്യുമായിരുന്നെങ്കിൽ ഈ ഒരു സ്റ്റെപ്പ് ഒഴിവാക്കായിരുന്നു. എങ്ങനെ ഇമ്പോർട്ട് ചെയ്യണം? ഇമ്പോർട്ട് ജാവ ഡോട്ട് ആപ്ലെറ്റ് കണ്ടോ, മറ്റേതൊക്കെ ചെയ്ത പോലെ തന്നെ ആപ്ലെറ്റ് എന്ന് പറഞ്ഞ് കൊടുക്കുമായിരുന്നെങ്കിൽ ഇവിടെ എന്ത് മാത്രം വന്നേനെ? ഇതങ്ങ് മാറിയിട്ട് ആപ്ലെറ്റ് മാത്രം വന്നേനെ. ഇപ്പോൾ അത് കൊടുക്കാഞ്ഞുകൊണ്ടാണ് ഇവിടെ ജാവ ഡോട്ട് ആപ്ലെറ്റ് എന്ന് വന്നത്. അപ്പോൾ ഇതിനകത്ത് ചെക്ക് ബോക്സ് C1 ഈസ് ഈക്വൽ ടു ന്യൂ ചെക്ക് ബോക്സ് ഡബിൾ കോട്ട്സിനകത്ത് ജാവ. ഓക്കെ, അപ്പം ഇതിനകത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞത്? ചെക്ക് ബോക്സ് C1 ഈസ് ഈക്വൽ ടു ന്യൂ ചെക്ക് ബോക്സ് ജാവ എന്ന് പറഞ്ഞു കൊടുത്തു. അപ്പോൾ ജാവ ഇവിടെ വന്നു. ചെക്ക് ബോക്സ് C2 ന്യൂ ചെക്ക് ബോക്സ് XML എന്ന് പറഞ്ഞു കൊടുത്തു. XML വന്നു. കണ്ടോ, VB. അപ്പോൾ ഇതിനകത്ത് ഏതെങ്കിലും ഓപ്ഷൻ ടിക്ക് ചെയ്ത് കൊടുക്കാം. ഏത് ഓപ്ഷൻ വേണമെങ്കിലും ചെക്ക് ബോക്സിനകത്ത് ടിക്ക് ചെയ്താൽ കൊടുക്കണം അല്ലേ. അപ്പോൾ അതിന് 3 എണ്ണം എന്ത് ചെയ്യുക? 3 എണ്ണം നമ്മൾ ക്രിയേറ്റ് ചെയ്ത്, അപ്പോൾ 3 എണ്ണം ഇങ്ങോട്ട് ആഡ് ചെയ്യണം. C1 C2 C3 എന്ന് പറഞ്ഞ് ഇവിടെ ആഡ് C1 C2 C3 എന്ന് പറഞ്ഞിട്ട് 3 എണ്ണം ആഡ് ചെയ്ത് കൊടുത്തു. മറ്റേത് ചെയ്ത പോലെ തന്നെ ചെക്ക് ബോക്സ് അങ്ങനെയാണ് ചെയ്യുന്നത്. ഇനിയുള്ള ചെക്ക് ഗ്രൂപ്പിനകത്ത് എന്താ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത്? ചെക്ക് ഗ്രൂപ്പാന്ന് പറഞ്ഞു കൊടുത്തിട്ട് ആ ഗ്രൂപ്പിനകത്ത് എന്തൊക്കെ കാര്യങ്ങൾ കണ്ടൻറ്റുകളുണ്ടോ അത്രയും കണ്ടൻറ്റ് പറഞ്ഞു കൊടുക്കണം. ചെക്ക് ബോക്സ് സ്ട്രിംഗ് കോമ ചെക്ക് ബോക്സ് ഗ്രൂപ്പ് ബൂളിയൻ എന്ന് പറഞ്ഞു കൊടുത്തു. സെറ്റ് കറണ്ട് ചെക്ക് ബോക്സ് എന്ന് പറഞ്ഞുകൊണ്ട് കൊടുക്കാം. ഗെറ്റ് കറണ്ട് മെത്തേഡുണ്ട്. അപ്പോൾ ചെക്ക് കറണ്ടും ഗെറ്റ് കറണ്ടും സെറ്റ് കറണ്ടും 2 കറണ്ട് മെത്തേഡ്സാണ് അതിനുള്ളത്. പിന്നെയുള്ള ചോയ്സ് ക്ലാസ്സിൽ നിന്നാണ് ചോയ്സ് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. ചോയ്സ് എന്ന് പറയുന്ന ക്ലാസ് അതിനകത്ത് സി ജെൻഡർ എന്ന് പറയുന്ന ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തിരിക്കുക. ന്യൂ ചോയ്സ് എന്ന് പറഞ്ഞ് വിളിച്ചിരിക്കുക. അപ്പോൾ സി ജെൻഡർ ഡോട്ട് ഐറ്റം ആഡ് ഐറ്റം ഡബിൾ കോട്ട്സിനകത്ത് ഫീമെയിൽ, സി ജെൻഡർ ഡോട്ട് ആഡ് ഐറ്റം മെയിൽ എന്ന് പറഞ്ഞു കൊടുത്തു. അങ്ങനെ 2 ഐറ്റം ആഡ് ചെയ്യാം. ഇവിടെ കണ്ടോ 2 എണ്ണം കൊടുത്തിരിക്കുന്ന ഒരെണ്ണം ചെക്ക് ബോക്സിൻ്റെയാണ് ലിസ്റ്റാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. എക്സാമ്പിൾ ഫോർ കണ്ടെയ്നിങ് ഷോപ്പിംഗ് ലിസ്റ്റ് ഐറ്റം ഇൻ ദ സ്റ്റോർ. അത് എന്ത് വെച്ചുകൊണ്ടാണ്? ചോയ്സ് ലിസ്റ്റ് വെച്ചുകൊണ്ടാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ചോയ്സ് ലിസ്റ്റ് എക്സ്റ്റെൻഡ് ജാവ ഡോട്ട് ആപ്ലെറ്റ് എന്ന് പറഞ്ഞു കൊടുത്തു. ചോയ്സ് ഷോപ്പ് ലിസ്റ്റ് ഈസ് ഈക്വൽ ടു ന്യൂ ചോയ്സ് എന്ന് പറഞ്ഞു കൊടുത്തു. പബ്ലിക് വേർഡ് ഇനിറ്റ് എന്ന് പറഞ്ഞു കൊടുത്തു. അതിനകത്ത് ബ്രേസസ് ഓപ്പൺ ആക്കി ഷോപ്പ് ലിസ്റ്റ് നല്ല ഒബ്ജക്റ്റ് ഡോട്ട് ആഡ് ഐറ്റം ബെഡ് ആൻഡ് ബാത്ത് കണ്ടോ. അങ്ങനെ ഇത്ര ആഡ് ഐറ്റം കൊടുത്തു. ആഡ് ഷോപ്പ് ലിസ്റ്റിനെ ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇവിടെ ഷോപ്പ് ലിസ്റ്റ് എന്ന് കാണിക്കുമ്പോൾ ഷോപ്പ് ലിസ്റ്റിനകത്ത് ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്ത് കാണിക്കും? ആഡ് ചെയ്തിട്ടുള്ളതായിട്ട് കാണിക്കും. ഇതിനെല്ലാം HTML കോഡ് ഉണ്ട്, അത് മറന്നു പോരുത്. ഞാനിപ്പോൾ HTML കോഡ് പറയുന്നില്ല എന്നേ ഉള്ളൂ. HTML കോഡ് എല്ലാത്തിനും ഉണ്ട് കേട്ടോ. ഇവിടെ കണ്ടോ, അടുത്തത് മെത്തേഡ് ആക്ഷൻ എന്ന് പറഞ്ഞ് 2 എണ്ണം കൊടുത്തിരിക്കുക. അപ്പോൾ ഗെറ്റ് ഐറ്റം, പിന്നെന്താ പറഞ്ഞിരിക്കുന്നത്? റിട്ടേൺ ദ സ്ട്രിങ് ഐറ്റം അറ്റ് ദ ഗിവൺ പൊസിഷൻ. ഇനി സ്ട്രിങ് ഐറ്റം റിട്ടേൺ ചെയ്യാനായിട്ട്, അതായത് കറണ്ട് പൊസിഷനിലുള്ള ഐറ്റത്തെ റിട്ടേൺ ചെയ്യാനാണ് ഗെറ്റ് ഐറ്റം. കൗണ്ട് ഐറ്റം എന്ന് പറയുന്നത് എത്ര ഐറ്റംസ് ഉണ്ട് മെനുവിനകത്ത് എന്നുള്ളതാണ് കൗണ്ട് ഐറ്റം എന്നുള്ള മെത്തേഡ് യൂസ് ചെയ്യുന്നത്. ഗെറ്റ് സെലക്റ്റഡ് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ ഇൻഡെക്സിൻ്റെ പൊസിഷൻ, ഐറ്റം വെച്ചിരിക്കുന്ന ഇൻഡെക്സിൻ്റെ പൊസിഷൻ സെലക്ട് ചെയ്യാനായിട്ടാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ സെലക്റ്റഡ് ഐറ്റം, ഗെറ്റ് സെലക്റ്റഡ് ഐറ്റം എന്ന് പറഞ്ഞാൽ കറൻ്റ്ലി ഉള്ള സ്ട്രിങ്ങിലുള്ള ഐറ്റത്തെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, സ്ട്രിങ്ങിലുള്ള എന്താണ് ഐറ്റം ഉള്ളത് ആ ഐറ്റത്തെ സെലക്ട് ചെയ്യാനായിട്ട്. സെലക്ട് ഇൻറ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ പൊസിഷൻ സെലക്ട് ചെയ്യാനായിട്ട്. സെലക്ട് സ്ട്രിങ് എന്ന് പറഞ്ഞാൽ ഐറ്റം, സ്ട്രിങ്ങിലുള്ള ഐറ്റം കൊടുത്തിരിക്കുന്നത്. സെലക്ട് ഐറ്റം വിത്ത് ദ ഗിവൺ സ്ട്രിങ്ങിലുള്ള ഐറ്റം സെലക്ട് ചെയ്യാനായിട്ടാണ് കൊടുക്കുന്നത്. ടെക്സ്റ്റ് ഫീൽഡ് എന്ന് പറഞ്ഞാൽ ടെക്സ്റ്റ് ഫീൽഡ് 2 എണ്ണം ഉള്ളത്. ടെക്സ്റ്റ് ഫീൽഡ് ഓപ്പണിംഗ് ക്ലോസിങ് കൊടുത്തിരിക്കുന്ന വെറുതെ ഉള്ള ടെക്സ്റ്റ് ഫീൽഡും ഉണ്ട്. അതുപോലെ ഇൻറ്റ് കൊടുത്തിട്ടുണ്ട്. ഇൻറ്റ് കൊടുക്കുമ്പോൾ ഇൻറ്റിജർ ക്യാരക്ടർ, സ്ട്രിങ് കൊടുക്കുമ്പോൾ സ്ട്രിങ് ക്യാരക്ടർ, അങ്ങനെ ഓരോ ക്യാരക്ടറാണ് അതിനകത്ത് വരുന്നത്. അപ്പോൾ അതിനകത്ത് ഇവിടെ കൊടുത്തിട്ടുണ്ട് ടെക്സ്റ്റ് ഫീൽഡിന് ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു. അതിനകത്തുനിന്ന് പിന്നെ റിവ്യൂയിങ് ജാവ എന്ന് പറഞ്ഞ് കൊടുത്തു, കോമ കൊടുത്ത് 25 എന്നുള്ളത് കൊടുത്തു. എന്നിട്ട് ആഡ് ടെക്സ്റ്റ് ഫീൽഡ് ആഡ് ചെയ്ത് കൊടുക്കുക. അവിടെ സെറ്റ് ടെക്സ്റ്റും ഉണ്ട് ഗെറ്റ് ടെക്സ്റ്റും ഉണ്ട്. ടെക്സ്റ്റ് സെറ്റ് ചെയ്യാനും കൊടുക്കാം, അതുപോലെ തന്നെ ടെക്സ്റ്റ് ഗെറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാം. ഇനി ടെക്സ്റ്റ് ഏരിയ, അതായത് എഡിബിൾ ഫീൽഡാണ്, അതായത് എഡിറ്റബിൾ ഫീൽഡാണ് അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എഡിറ്റ് ചെയ്യാൻ പറ്റും. ഇതിനകത്ത് എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ ആ ടെക്സ്റ്റ് ഏരിയയിലുള്ളത് എഡിറ്റ് ചെയ്യാൻ പറ്റും. ടെക്സ്റ്റ് ഏരിയ എന്നുള്ളത് ഒരു മെത്തേഡാണ്. അതിനകത്ത് ഒരു കൺസ്ട്രക്ടറാണ്. അതുപോലെ ടെക്സ്റ്റ് ഏരിയ ഇൻറ്റ് എന്ന് പറയുന്ന ഒരു കൺസ്ട്രക്ടറാണ്. ടെക്സ്റ്റ് ഏരിയ സ്ട്രിങ്, ടെക്സ്റ്റ് ഫീൽഡ് സ്ട്രിങ് കോമ ഇൻറ്റ് ഇതെല്ലാം അതിനകത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ വായിച്ച് നോക്കിക്കാണോ. കുറേ മെത്തേഡ്സ് ഉണ്ട്, സിമ്പിളായിട്ടുള്ള മെത്തേഡുകളാണ്. അതുപോലെ തന്നെ സിമ്പിളായിട്ടുള്ള പ്രോഗ്രാംസ് അതിനകത്ത് വരുന്നത് കേട്ടോ. ഇനി അടുത്തത് നമുക്ക് നോക്കുന്നതാണ് സ്വിങ്, അതായത് ബേസ്ഡ് GUI. You must think that when you make GUI interface with AWT package, then what is the purpose of learning swing based GUI? അതായത് നമുക്കറിയാം എല്ലാ സാധനവും നമുക്ക് AWT പാക്കേജ് വെച്ച് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, ഗ്രാഫിക്കൽ യൂസർ ഇൻ്റർഫേസ്. പിന്നെ എന്തിനാണ് നമ്മൾ ഈ സ്വിങ് ബേസ്ഡ് ആയിട്ടുള്ള GUI പഠിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സ്വിങ് എന്ന് പറഞ്ഞാൽ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള കമ്പോണൻറ്റാണ്. Swing has lightweight component and does not write itself on the screen. അത് സ്ക്രീനിൽ നമുക്ക് എന്ത് ചെയ്ത് കൊടുക്കേണ്ട, റൈറ്റ് ചെയ്ത് കൊടുക്കേണ്ട കാര്യമില്ല. അത് ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും? റീഡയറക്റ്റ് ചെയ്യും കമ്പോണൻറ്റിന് എപ്പോൾ ബിൽഡപ്പ് ചെയ്യുമ്പോഴും. പക്ഷേ AWT എന്ന് പറഞ്ഞാൽ ഹെവി വെയിറ്റാണ്.
വ്യൂ പോർട്ടുമാണ്. അതുകൊണ്ട് തന്നെ ഹെവി വെയ്റ്റ് കമ്പോണൻറ്റിന് എന്താ അവർക്ക് ഇസഡ് ഓർഡർ, അതായത് നമുക്ക് മെഷീനെ ഡിപ്പെൻഡ് ചെയ്ത് വേണം നമ്മൾ അതിൻ്റെ പ്രോഗ്രാമും കോഡും ഒക്കെ റൺ ചെയ്ത് കൊടുക്കാനായിട്ട്. അതുകൊണ്ടാണ് സ്വിങ്ങിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടി എന്താണ് സിമ്പിളായിട്ടുള്ള കമ്പോണൻ്റാണ്. അപ്പോൾ അതിനകത്ത് ഇവിടെ പറഞ്ഞിട്ടുണ്ട് ജാവ എക്സ് ഡോട്ട് സ്വിങ് എന്നുള്ള പാക്കേജ് നമ്മൾ അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് കേട്ടോ. ക്ലാസ് കമ്പോണൻറ്റിനകത്ത് എന്താണ് കമ്പോണൻറ്റുകളെ സ്ക്രീനിൽ ഡ്രോ ചെയ്യാനായിട്ട്, അതുപോലെ തന്നെ ക്ലാസ് കണ്ടെയ്നർ ഉണ്ട്. അതെന്ന് പറഞ്ഞാൽ റിലേറ്റഡ് കമ്പോണൻറ്റിൻ്റെ ഒരു കളക്ഷനാണ് ക്ലാസ് കണ്ടെയ്നർ എന്ന് പറഞ്ഞാൽ. ക്ലാസ് കമ്പോണൻറ്റ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഡ്രോ ചെയ്യാനായിട്ടുള്ള പെയിൻറ്റ് മെത്തേഡാണ് കമ്പോണൻറ്റിനകത്തുള്ളത്. അതുപോലെ തന്നെ ഇതിനകത്ത് ഇവിടെ ഷോർട്ട് കട്ട് കുറേ കീസ് ഉണ്ട്, അതായത് ന്യൂമോണിക് കീസുകളാണ് പറയുന്നത്. ഹൈറാർക്കി എന്ന് പറഞ്ഞാൽ ഒബ്ജക്റ്റ്, കമ്പോണൻറ്റ്, കണ്ടെയ്നർ, ജെ കമ്പോണൻറ്റ് കണ്ടോ. ഇങ്ങനെയാണ് അതിൻ്റെ കമ്പോണൻറ്റ്. ജെ ലേബൽ, ജെ ടെക്സ്റ്റ് ഫീൽഡ് കണ്ടോ, ജെ ടെക്സ്റ്റ് ഏരിയ, ജെ ചെക്ക് ബോക്സ്, ജെ ബട്ടൺ, ഇതൊക്കെയാണ് ജെ ലിസ്റ്റ്. ഇതൊക്കെയാണ് നമ്മൾ സ്വിങ് ബേസ്ഡ് ആയിട്ടുള്ള എന്ത് യൂസ് ചെയ്യുന്നത്, GUIക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഇത്രയാണ് നമുക്ക് ഇതിനകത്ത് ഈ ചാപ്റ്ററിനകത്ത് നമ്മൾ GUIനെ പറ്റി പഠിക്കുന്നത്. ഇനി ഈ ചാപ്റ്ററിനകത്ത് തന്നെയുള്ളതാണ് ലേഔട്ട് ആൻഡ് മാനേജർ എന്ന് പറയുന്നത്. അടുത്ത ലേഔട്ട് ആൻഡ് മാനേജർ നോക്കാം.